പൂർണിമ ചേച്ചി സമ്മതിക്കുന്നു തോന്നുന്നില്ല. ഇന്ദ്രപ്രസ്ഥം അക്ഷിതയുടെ കൂടെ വീടാണ്. അവിടെ ഫംഗ്ഷൻ നടത്തുന്നതിന് പൂർണിമയുടെ അനുവാദം എന്തിനാ? അതും മാത്രമല്ല, അക്ഷിത ഇങ്ങനൊരു ഗംഭീര ഫംഗ്ഷൻ നടത്തുന്നത് പൂർണിമയും ദുർഗയും ഉൾപ്പെടെ എല്ലാരും അത് കാണണം. അതെന്താ മനസ്സിലാവാതിരിക്കെ? അല്ല, ഞാൻ മലയാളത്തിൽ തന്നെയല്ലേ സംസാരിക്കുന്നേ? അവള് വന്നേക്ക. തരാം തരാം തരാം. ഓ, ഇതായിരുന്നോ? അഞ്ജലി, ഹായ്. ഹായ് കിരൺ. എപ്പോ വന്നു? ഒരു മിനിറ്റ്, ദാ വരുന്നു. ചേച്ചി ഇപ്പൊ വരാമേ. എല്ലാവർക്കും കിട്ടില്ല, ഒന്ന് മാറി. ഹായ് കിരൺ. എത്ര നേരമായിന്നറിയോ ഞാൻ കാത്തിരിക്കുന്നത്. കിരൺ എന്താ വൈകിയേ? താനെന്താ ഇവിടെ? ആഹാ, അത് കൊള്ളാലോ. ഞാൻ എന്തിനാ ഇവിടെ വരുന്നതെന്ന് കിരണിനെ അറിയില്ലേ? ഞാൻ കിരണിനെ കാണാനാ വന്നത്. രാവിലെ ഉണർന്നപ്പോ തന്നെ കിരണിനെ കാണാൻ തോന്നി. നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. കണി കാണാൻ കിരൺ ആരാ? ശ്രീകൃഷ്ണനോ? കഷ്ടം. അഞ്ജലിക്ക് എന്നെ കാണണമെങ്കിൽ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. സത്യം? കിരൺ എന്നെ കാണാൻ വീട്ടിലേക്ക് വരുമായിരുന്നോ? പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷായി. ഐ എം സോ ഹാപ്പി. ക്ലാസ്സിൽ കയറാൻ സമയമായി. കിരൺ വരുന്നുണ്ടോ? സമയമൊന്നും ആയില്ല. കുറച്ചു നേരം സംസാരിച്ചിട്ട് പോവാം കിരൺ. ഒന്നുമില്ലെങ്കിലും ഞാൻ ഇത്ര നേരം കാത്തുന്നതല്ലേ. ഇനിയിപ്പോ ദുർഗയ്ക്ക് പോണെങ്കി പൊക്കോ. കിരൺ വന്നോളൂ, അല്ലേ കിരൺ? അതെ അതെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഒന്നിച്ച് നടക്കുന്നേ? ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കും? അല്ല, ആൾക്കാര് വിചാരിക്കുന്നതിന്റെ അല്ല. സത്യം പറയാലോ, കിരണിന്റെ ഒപ്പം ഞാനല്ലാതെ വേറെ ആര് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താലും എനിക്കിഷ്ടല്ല. കിരണിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പൊസസീവ് ആണെന്ന് കൂട്ടിക്കോ. ഞാൻ പോവാ. കിരൺ തോന്നു പോവാ. നമുക്കൊന്നിച്ചു പോവാം. അല്ലെങ്കിൽ ഇനി ഞാൻ എല്ലാവരോടും വൈകിയതിന്റെ റീസൺ പറയേണ്ടി വരും. അല്ല, ദുർഗയ്ക്ക് പോണെങ്കിൽ പൊക്കോട്ടെ കിരൺ. കിരൺ എന്ന് ലീവ് എടുക്ക്. നമുക്ക് സംസാരിച്ചിരിക്കാലോ. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ലീവ് കിട്ടാൻ പാടാ. സാരമില്ല, നമുക്ക് സംസാരിക്കാൻ ഇനിയും ഒരുപാട് നാളുകൾ കിടക്കുമല്ലേ. അതും ശരിയാ. ഞാൻ പോവാ. ദുർഗ, ദുർഗ, ഞാൻ ചെല്ലട്ടെ. നമുക്ക് കാണാം. ബൈ. ദുർഗ, നിക്ക്. നമ്മുടെ ഓഫീസിൽ അക്ഷിത കംഫർട്ടബിൾ ആണല്ലോ അല്ലേ? അതെ മാഡം, എനിക്കിവിടെ യാതൊരു പ്രശ്നവും. ഗുഡ്. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണം. ശരി. പിന്നെ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. എന്താ മാഡം? നമ്മുടെ ഓഫീസിൽ പുതുതായി ജോയിൻ ചെയ്യുന്നവരെല്ലാം ഇവിടുത്തെ സ്റ്റാഫിനായി ഒരു പാർട്ടി നടത്താറുണ്ട്. അക്ഷിത ഇപ്പോ ജോലിക്ക് കയറിയിട്ട് 1 മാസം കഴിഞ്ഞില്ലേ? സ്റ്റാഫിലെ ചിലർക്ക് അക്ഷിത ആ പാർട്ടി നടത്തിയില്ല എന്നൊരു പരാതിയുണ്ട്. പാർട്ടിയുടെ കാര്യം എന്നോട് ചിലർ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ പെട്ടെന്നൊരു പാർട്ടി നടത്താന്നൊക്കെ പറയുമ്പോ ക്യാഷിന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അക്ഷിത ഇനി ടെൻഷൻ അടിക്കണ്ട. അത് വേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ആരുടെ മുന്നിലും അക്ഷിത ചെറുതാവുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. താങ്ക് യു മാഡം.
മാഡം ഈ കാണിക്കുന്ന സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമുക്കിടയിൽ എന്തിനാ അഷിത ഈ താങ്ക്സ് ഒക്കെ? എനിക്ക് അഷിത വെറും സ്റ്റാഫ് മാത്രമല്ല, ഞാനൊരു സിസ്റ്ററായ അഷിതയെ കാണുന്നത്. അതുകൊണ്ട് കൂടിയാ ഗ്രാൻഡായ ഒരു പാർട്ടി അഷിതയുടെ പേരിൽ നടത്താന്ന് ഞാൻ കരുതിയത്. എനിക്കും താരമ്മയുടെ ഒരു സഹോദരിയെ പോലെ തന്നെയാ. മാഡം ഈ കാണിക്കുന്ന സ്നേഹത്തിന് എന്താ പകരം തരേണ്ടെന്ന് പോലും എനിക്കറിയില്ല. അത് നിസ്സാരമല്ലേ? എനിക്ക് വേണ്ടത് പൂർണിമയുടെ പരാജയമാണ്. അതിന് എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. ഗുഡ്, അത് മതി. പിന്നൊരു കാര്യം കൂടി, ഞാനാണ് ഈ പാർട്ടി സ്പോൺസർ ചെയ്യുന്നതെങ്കിലും ഇത് നടത്തേണ്ടത് അഷിതയുടെ ഉത്തരവാദിത്തത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിലായിരിക്കണം. ഇന്ദ്രപ്രസ്ഥത്തിലോ? അതെ. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് മാഡം, പൂർണിമ ചേച്ചി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ദ്രപ്രസ്ഥം അഷിതയുടെ കൂടെ വീടാണ്. അവിടെ ഫംഗ്ഷൻ നടത്തുന്നതിന് പൂർണിമയുടെ അനുവാദം എന്തിനാ? അതും മാത്രമല്ല, അഷിത ഇങ്ങനൊരു ഗംഭീര ഫംഗ്ഷൻ നടത്തുന്നത് പൂർണിമയും ദുർഗയും ഉൾപ്പെടെ എല്ലാരും അത് കാണണം. അഷിതയെ കൊച്ചാക്കിയവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മറുപടി കൂടിയായിരിക്കും ഈ പാർട്ടി. കാര്യമൊക്കെ ശരിയാ, പക്ഷേ അല്ല, എന്തിനാ ഒരു പക്ഷേ? അഷിത പൂർണിമയുടെ അടിമയൊന്നുമല്ല. നിന്റെ അവകാശം സ്ഥാപിക്കാൻ കൂടിയുള്ള അവസരമായി നീ ഇതിനെ കാണണം. ഈ പാർട്ടി നടത്തുന്നത് പൂർണിമയുടെ മേലുള്ള അഷിതയുടെ ആദ്യത്തെ വിജയം കൂടിയായിരിക്കും. അപ്പോ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് നമ്മൾ പാർട്ടി നടത്തല്ലേ? ഓക്കെ മാഡം, നമുക്ക് നടത്താം. മിടുക്കി. ഈ കോൺഫിഡൻസ് ആണ് അഷിതയുടെ പ്ലസ് പോയിന്റ്. താങ്ക് യു. എങ്കിൽ ചെല്ല്, പോയി ഇൻവൈറ്റ് ചെയ്യാനുള്ളവരുടെ ലിസ്റ്റൊക്കെ സെറ്റാക്കിക്കോ. ശരി. ചെല്ല്. ശരി. നിന്നിലൂടെ ഞാൻ പൂർണിമയെ തകർക്കും. ഇനിയുള്ള കളികൾ ഈ താരയുടേതാ. ആ പൂർണിമയെ തറ പറ്റിക്കാൻ ഇതുപോലൊരു ചാൻസ് കിട്ടുമോ? 2 പോലീസ് ഓഫീസേഴ്സാ എന്റെ പ്ലാൻ എല്ലാം തകർത്തത്.